കുട്ടികളെ തല്ലി പഠിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇന്നൊരു കുഞ്ഞിനെ തല്ലാൻ പാടില്ല. അധ്യാപകർ തല്ലിയാൽ അപ്പോൾ അത് കേസാവും. കാരണം പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ സ്കൂളുകളിൽ, അല്ലെങ്കിൽ 15 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സ്കൂളുകളിൽ തല്ലുന്നതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. മാതാപിതാക്കൾ തന്നെ അധ്യാപകർ വരും, അവൻ 2 അടി കൊടുത്തു, അവൻ നല്ല ചുട്ട അടി കൊടുത്ത സാറേ എന്ന് പറയും. കാരണം അന്ന് അധ്യാപകർ കുട്ടികളെ തല്ലിയാൽ അതിനൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. കാരണം പഠിക്കാത്ത കുട്ടികൾ പഠിക്കാതെ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ മറ്റു കുസൃതികൾ കാണിച്ചു കഴിഞ്ഞാലും അധ്യാപകർ ശിക്ഷിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഒരു പൂർവികമായൊരു നമ്മൾ എന്ന കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു അതിന് കാരണം. മാതാപിതാക്കളെ പോലെ തന്നെ തൻ്റെ ഗുരുജനങ്ങളെയും അത്ര ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെയാണ് കുട്ടികളെന്ന് കണ്ടിരുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അയച്ചാൽ പിന്നെ കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ അധ്യാപകനാണ്. അധ്യാപകൻ ആ കുട്ടികളെ മാതാപിതാക്കൾ പരിചരിക്കുന്ന പോലെ തന്നെയാണ് അന്ന് കുട്ടികളെ കണ്ടത്. ആ അധ്യാപകരോട് തന്നെ എത്ര തല്ലിയാലും അധ്യാപകരോട് ഇന്നാണെങ്കിലും എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അന്നത്തെ ആ കുട്ടിക്ക് ഒരു വലിയ ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സമൂഹത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ക്രിമിനലുകളോ, ഇത്ര കഞ്ചാവ് പോലുള്ള, മയക്കുമരുന്ന് പോലുള്ള സംഗതിയിൽ ഏർപ്പെടുന്ന യുവാക്കളോ അന്നത്തെ സമൂഹത്തിൽ വളരെ കുറവായിരുന്നു. കാരണം അന്നത്തെ ശിക്ഷാരീതികളും അന്നത്തെ റെസ്പെക്റ്റും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എല്ലാം അന്നത്തെ ഒരു വലിയ ഘടകമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറിയതോടുകൂടി കുട്ടികളെ തല്ലാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്ന രീതിയൊക്കെ മാറിയതോടുകൂടി കുട്ടികൾക്ക് ആരോടും ഒരു ബഹുമാനം ഇല്ലാണ്ടായി. ആരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ട, തനിക്ക് ഇഷ്ടമുള്ള രീതി സ്വീകരിക്കാം എന്നൊരു നിലപാടാണ് പല കുട്ടികൾക്കും ഉള്ളത്. കുട്ടികൾക്ക് ചെറിയ തല്ലൊക്കെ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ആ ഒരു അധ്യാപകരുടെ ആ ശിക്ഷണം അന്നത്തെ കുട്ടികളെ, അന്നത്തെ സമൂഹത്തെ നല്ല രീതിയിൽ പരുവപ്പെടുത്തുന്നതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ രീതിയല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികളെക്കാൾ പഠിത്തത്തിൽ പിന്നിലാണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ ബഹുമാനിക്കാനും റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിലും, അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയുടെ കാര്യത്തിലൊക്കെ അന്നത്തെ സമൂഹം വലിയൊരു പങ്ക് മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.